ഹായ്. ഞാൻ ലാസ്റ്റ് വീക്ക് ചെടി വെക്കാൻ വേണ്ടിയിട്ടൊരു സ്റ്റാൻഡ് മേടിച്ചത് എൻ്റെ കൂട്ടുകാരെ കാണിച്ചായിരുന്നു. അത് വലിയ സ്റ്റാൻഡാണ്. അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഞാൻ ചെറിയൊരു സ്റ്റാൻഡ് കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വരുമ്പോൾ അതെൻ്റെ കൂട്ടുകാരെ കാണിക്കാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലേ. അപ്പോൾ ആ സംഭവം ഇന്ന് വന്നിട്ടുണ്ട്. കൊറിയർ അങ്ങനെ വന്നതാണ്, കണ്ടില്ലേ. ഈ ബോക്സ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഓരോ ചെടിച്ചട്ടികൾ സെപ്പറേറ്റ് ആയിട്ട് സ്റ്റെപ്പിൽ ഞാൻ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന് ഈ സ്റ്റാൻഡിലാക്കി വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഈ സ്റ്റെപ്പിലൊക്കെ മണ്ണും അഴുക്കൊന്നും പിടിക്കത്തില്ല. നീറ്റായിട്ട് നമുക്ക് സ്റ്റെപ്പ് കഴുകാനും ഒക്കെ പറ്റും. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ താഴ്ഭാഗത്ത് ഇങ്ങനെ മാർക്ക് വീഴത്തൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്റ്റാൻഡ് കണ്ടപ്പം പെട്ടെന്ന് എനിക്കിത് ഓർഡർ ചെയ്യണമെന്നുള്ളൊരു തോന്നൽ വന്നത്. അപ്പോൾ ഇത് 16 സ്റ്റാൻഡാണ്. അപ്പോൾ ഈ 16 സ്റ്റാൻഡും കൂടെ അവരിങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ മേലെ മേലെ ഇങ്ങനെ വെച്ചേക്കുവാണ്. അന്ന് ഞാൻ സ്റ്റാൻഡ് ആക്ച്വലി 4 ഞാൻ എടുത്ത് കാണിച്ചത്. അന്ന് എൻ്റെ അടുത്ത് ആരോ കമൻറ്റ് ചെയ്തിട്ട് അത് 4 ഒരുമിച്ച് കാണിച്ചെങ്കിലല്ലേ നമുക്ക് മേടിക്കാൻ തോന്നത്തുള്ളൂ. അപ്പോൾ ഇത് 16 സ്റ്റാൻഡാണ്. അപ്പം ഇനി 16 സ്റ്റാൻഡ് കാണിച്ചില്ല എന്ന് പറയലല്ലോ എൻ്റെ കൂട്ടുകാർ. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ സംഭവം. വലിയ കനക്കുറവൊന്നുമില്ല. ഒരു ചെടിച്ചട്ടി ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കനമുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഒരുപാട് അങ്ങനെ ബെൻഡായി പോകുന്ന രീതിയിലുള്ള ഇതല്ല. ഒരു ചെടിച്ചട്ടി ഇതിനകത്ത് ഹോൾഡ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എത്ര എന്നുള്ളത് എൻ്റെ കൂട്ടുകാരോട് പറയണമല്ലോ. അപ്പോൾ ഇതിൻ്റെ വില വന്നിട്ട് ഞാൻ പേ ചെയ്തത് 733 റുപ്പീസാണ്. ആക്ച്വലി ഇതിൻ്റെ വില വന്നിട്ട് 755 റുപ്പീസാണ്. നമ്മൾ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 10-20 രൂപ കുറയും. അല്ലാതെ നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 755 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞില്ല, ക്വാളിറ്റിയെക്കുറിച്ച് പറഞ്ഞില്ല, എണ്ണത്തെക്കുറിച്ച് പറഞ്ഞില്ല എന്നൊന്നും എൻ്റെ കൂട്ടുകാർ പരാതി പറയരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓരോന്ന് എടുത്ത് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റി എൻ്റെ കൂട്ടുകാർ കണ്ടല്ലോ, ഇതാണ് സംഭവം. അപ്പോൾ നമുക്ക് ഇത് സമയം കളയാതെ ഇതെല്ലാം നമുക്ക് സ്റ്റെപ്പിൽ വെച്ചിട്ട് ഇതിൻ്റെ മേളിൽ ചെടിച്ചട്ടി ഒന്ന് വെച്ച് നോക്കിയാലോ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എത്രത്തോളം വെയിറ്റ് എടുക്കും എന്താണെന്നുള്ളത് നമുക്ക് നോക്കുകയും ചെയ്യാമല്ലോ. കുഴപ്പമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം കട്ടിയുണ്ട് കേട്ടോ, വലിയ മോശമില്ല ക്വാളിറ്റി. ചെടിച്ചട്ടി ഇതിലേക്ക് പറക്കി വെക്കാം. നമ്മുടെ ചെടിച്ചട്ടി ഇങ്ങനെ സ്റ്റെപ്പിൽ വെക്കുമ്പോൾ ഉണ്ടല്ലോ ഇതുപോലെ മണ്ണ് പിടിച്ച് കറയാവും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ സ്റ്റാൻഡ് മേടിച്ചത്. ഇവിടെയൊക്കെ നോക്കിക്കേ, ഗ്രാനൈറ്റ് എല്ലാം ഫുള്ള് മണ്ണ് പിടിച്ചിരിക്കുന്നുണ്ടോ. അപ്പോൾ നമുക്ക് ഈ ചെടികളെല്ലാം ഇങ്ങനെ സ്റ്റാൻഡിൽ പറക്കി വെക്കാം. അപ്പോൾ ഓരോന്ന് എടുത്തിട്ട് ഓരോ ചെടിച്ചട്ടിയേക്ക് സ്റ്റാൻഡ് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇതിനെ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഓരോന്ന് ഇതുപോലെ ചെടിച്ചട്ടി ഇങ്ങനെ സ്റ്റാൻഡിൻ്റെ മുകളിൽ വെക്കുമ്പോൾ ഉണ്ടല്ലോ കറക്റ്റായിട്ട് ഇരുന്നോളും. ഇതിൻ്റെ താഴ്ഭാഗം നമുക്ക് ക്ലീൻ ചെയ്യാനെ കൊണ്ടും സ്പേസ് ഉണ്ട്. കണ്ടോ എത്ര നീറ്റായിട്ട് ഇരിക്കുന്ന നോക്കി. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇതുപോലെ ഒന്ന് വെച്ച് കഴിഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാരെ കാണിക്കും. കണ്ടല്ലേ. അപ്പോൾ ഞാൻ വാങ്ങിക്കൊണ്ട് വന്ന എല്ലാ സ്റ്റാൻഡും കറക്റ്റായിട്ട് ചെടിച്ചട്ടിയിൽ വെച്ച് ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയില്ലേ. ഇച്ചിരി കൂടെ ഹൈറ്റ് ആയല്ലേ എൻ്റെ ചെടികൾ. വളമൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ കുറേ കൂടെയൊക്കെ നന്നായിട്ട് കിളിക്കാൻ തുടങ്ങി കേട്ടോ. കണ്ടോ എൻ്റെ ഈ ചെടിയൊക്കെ കുറച്ചുകൂടെ ഒന്ന് ജീവൻ വന്നു തുടങ്ങി. എൻ്റെ ചെടിക്കൊക്കെ വളമൊക്കെ ഇട്ട് കൊടുത്തപ്പോഴത്തേന് കണ്ടില്ലേ. എല്ലാത്തിനെയും സ്റ്റാൻഡിൽ കയറ്റി നിർത്തിയപ്പോഴത്തെ എൻ്റെ ചെടികൾ ഹൈറ്റും വെച്ചു. ഇനിയിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെപ്പിൽ മാർക്ക് വീഴുന്നുള്ള പേടി വേണ്ട, വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ നമ്മൾ സ്റ്റാൻഡ് വെക്കാതെ വെക്കുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ കുറേ നാൾ അതങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ സ്റ്റെപ്പ് മൊത്തം മാർക്ക് വീഴുമായിരുന്നു. അപ്പോൾ ഇതിനൊരു പരിഹാരമായി. ഇവിടുത്തെ ചെടികൾക്കും അതുപോലെ സ്റ്റാൻഡ് വെച്ചു. അതിനൊന്ന് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലോട്ട് മാറ്റി വെച്ചത് കണ്ടല്ലോ. അപ്പോൾ എൻ്റെ കൂട്ടുകാർ കണ്ടല്ലോ, ഞാൻ സ്റ്റാൻഡ് മേടിച്ചിട്ട് ഇനി ചെടികൾ വെച്ച് കാണിച്ചില്ലെന്ന് പറയരുത് കേട്ടോ. ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് എനിക്ക് ആ സ്റ്റാൻഡ് മേളിൽ വെച്ചപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം തോന്നിയ കാര്യം വേറൊന്നുമല്ല. ഇനി സ്റ്റെപ്പ് വൃത്തിയായിട്ടിരിക്കുമല്ലോ. നമ്മളൊന്ന് കഴുകുന്ന സമയത്താണെന്നുണ്ടെങ്കിലുണ്ടല്ലോ അവിടെ വെള്ളം കെട്ടിക്കിടക്കും എന്നുള്ള ടെൻഷൻ വേണ്ട. നമ്മൾ സ്റ്റെപ്പ് കഴുകുന്ന സമയത്ത് ഓരോ പോട്ടിങ്ങനെ മാറ്റി എടുത്ത് കഴുകണമെന്നുള്ള ടെൻഷൻ വേണ്ട. ഇതാകുമ്പോൾ നമ്മൾ വെള്ളമൊഴിച്ച് കഴുകുകയാണെന്നുണ്ടെങ്കിലും ആ സ്റ്റാൻഡിൻ്റെ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് അവിടെ നീറ്റായിട്ട് കഴുകിയെടുക്കാൻ പറ്റും. നല്ലൊരു ഉപകാരപ്പെടുന്ന ഒരു ഇതെന്ന് എനിക്ക് തോന്നി കേട്ടോ ഈ സ്റ്റാൻഡ് മേടിച്ചപ്പോൾ. അവൻ്റെ കൂട്ടുകാർക്ക് എൻ്റെ ചെടി സ്റ്റാൻഡ് ഇഷ്ടപ്പെട്ടോ? കൊള്ളാമോ സംഭവം? കൊള്ളാമോ ഇല്ലയെന്ന് പറയണം കേട്ടോ. കാരണം വെച്ചാൽ എനിക്ക് കണ്ടിട്ട് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. പിന്നെ നല്ല ഒരു വലിയ തരക്കേടില്ലാത്ത ക്വാളിറ്റി. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് അത്രയും ചെടികൾ പിന്നെ ഇങ്ങനെ ഇത് ചെയ്ത് വെക്കാൻ പറ്റി. 16 സ്റ്റാൻഡാണ് ഞാൻ ഓർഡർ ചെയ്തത്. അപ്പോൾ 16 എണ്ണം വന്ന് അതിനകത്ത് എനിക്ക് 15 എണ്ണം വെച്ചു. ഒരെണ്ണം ബാക്കി വന്നു എനിക്ക്. അതിനിപ്പോൾ മുന്നോട്ട് ചെടികളൊക്കെ വെക്കുന്ന സമയത്ത് വെക്കാമല്ലോ. പക്ഷേ എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടെന്ന് തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ ഫൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ ഉടൻ തന്നെ വീണ്ടും കാണും വരെ ടേക്ക് കെയർ. ബൈ.